സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഞണ്ട് മസാല ഉണ്ടാക്കാം. അതിന് ഈ ഞണ്ട് മുറിച്ച് വൃത്തിയാക്കി വയ്ക്കാം. ഞണ്ട് മുറിക്കേണ്ടത് എങ്ങനെ എന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ഈ ഒരു ഞണ്ടെടുത്ത് ഇതിൻ്റെ രണ്ട് കാലുകളും പൊട്ടിക്കുക. ഒന്ന് പിടിച്ച് തിരിച്ചാൽ മതി. അതിനുശേഷം ബാക്കിയുള്ള കാലുകളും പിടിച്ച് തിരിച്ച് ഊരിക്കളയാം. കാല് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ നടുക്കുള്ള ഈ പാളി കത്തി കൊണ്ട് ഒന്ന് നീക്കി ഇങ്ങനെ പൊന്തിച്ചാൽ പുറംപാളി പൊളിഞ്ഞു വരും. കത്തി കൊണ്ട് ബാക്കിയുള്ള അഴുക്കുകളും ഇങ്ങനെ മുറിച്ച് വൃത്തിയാക്കാം. ഞണ്ടിൻ്റെ നടുക്കുള്ള അഴുക്കുകളും കത്തി കൊണ്ട് നീക്കി വൃത്തിയാക്കാവുന്നതാണ്. ഇത് ചിലപ്പോൾ പുതുതലമുറക്കാർക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇനി ഞണ്ട് പകുതിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുവേ കൂടി ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. ഞണ്ടിൻ്റെ കാല് വൃത്തിയാക്കണമെങ്കിൽ ഇവിടെ വെച്ച് കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ മുറിച്ച് മാറ്റാവുന്നതാണ്. കത്തി കൊണ്ട് മുറിച്ച് മാറ്റുമ്പോൾ ഒരു പലകയിൽ വെച്ച് കൊത്തിയെടുക്കണം, അല്ലാതെ പൊട്ടി വരില്ല. കത്തിയുടെ പിൻഭാഗം കൊണ്ട് ബാക്കിയുള്ള സ്ഥലം ഒന്ന് അടിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഉപ്പും പുളിയും എല്ലാം കയറി വരും. വേണ്ട സാധനങ്ങൾ ഓരോന്നായി പറയാം. ഒരു സവോള, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, ഇനി ഞണ്ട് മസാല ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. പകുതി സവാള മുറിച്ചത്, ഒരു 10-25 കാന്താരി മുളക്, ഒരു 10-15 വെളുത്തുള്ളി, ഒരു കഷ്ണം പുളിനാരങ്ങ, 3 ഏലക്കായ, 3 തിരി കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇവയെല്ലാം ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ഞണ്ടിലേക്ക് ഈ അരച്ച മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ചേർത്ത് വെച്ച ശേഷം ഒരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. കൈ കൊണ്ട് ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മസാല ചേർത്ത് വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് ഇനിയൊന്ന് മൂടി വയ്ക്കാം.
മൂടി വെക്കുന്നത് ഞണ്ടിൻ്റെ മസാലയുടെ മണം പുറത്തു പോവാതിരിക്കാനും ആവിയിൽ വേവാനും വേണ്ടിയാണ്. ഇനി ഇതൊന്ന് മറിച്ചിടാം. ഇനി ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇതിന് വളരെ കുറച്ച് എണ്ണയേ ആവുകയുള്ളൂ. അതുകൊണ്ട് ഫ്രൈ ചെയ്യുന്നത് പേടിക്കുകയും വേണം. ഇത് റെഡിയായി. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ എല്ലാ ഞണ്ടുകളും ഫ്രൈ ചെയ്ത് മാറ്റാം. ഈ ഞണ്ടിൻ്റെ ബാക്കി വന്ന മസാലയിലേക്ക് ഒരു സവാള കൂടി മുറിച്ചിട്ട് കുഴച്ച ശേഷം ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളകും 1 തക്കാളിയും കൂടി മുറിച്ചിടാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതിയാകും. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഞണ്ട് മസാലയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങളും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.